ഇലക്ട്രീഷ്യൻ ട്രേഡിന്റെ പുതിയ സെക്ഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ സെക്ഷനിൽ നിങ്ങൾ ഒരു സർക്യൂട്ട് ബ്രേക്കറിൽ ഓവർ കറണ്ടും ഷോർട്ട് സർക്യൂട്ട് കറണ്ടും കാരണം ഉണ്ടാകുന്ന ട്രിപ്പിംഗിന്റെ സവിശേഷതകൾ പരിശോധിക്കാൻ പോകുന്നു. ഈ സെക്ഷനിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ട്രിപ്പിംഗിനായി റിലേ സർക്യൂട്ടും ബ്രേക്കറും എങ്ങനെ കണക്ട് ചെയ്യാമെന്നും ട്രിപ്പിംഗ് കറണ്ടിനു വേണ്ടി കറണ്ട് ഇഞ്ചക്ഷൻ യൂണിറ്റ് സെറ്റ് ചെയ്യാനും ഓവർ കറണ്ട് ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഒരു നിശ്ചിത ഇടവേളയിലേക്ക് അഥവാ ടൈം ലാഗിന് അനുസൃതമായി ട്രിപ്പിംഗ് കറണ്ട് സെറ്റ് ചെയ്യാനും ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രീം ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിനു അനുസൃതമായി കറണ്ട് സെറ്റ് ചെയ്യാനും പഠിക്കാം. Electrician toolkit and equipments required. Electrician toolkit air circuit breaker 400 amperes 415 volts with manual. Overcurrent relay with manual. Current injection unit with manual. Multimeter or ohm meter. Caution. മൾട്ടിമീറ്റർ ഉപയോഗിക്കുമ്പോൾ വോൾട്ടേജിനായി സെലക്ടർ സ്വിച്ച് അത് പ്രോപ്പർ മോഡിലാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. കൂടാതെ കറണ്ടും റെസിസ്റ്റൻസും നമ്മൾ കറക്റ്റ് റേഞ്ചിലാണോ നോക്കുക. സേഫ്റ്റി പ്രിക്കോഷൻസ്. സർക്യൂട്ട് ബ്രേക്കറിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നതിന് മുൻപായി എർത്തിങ് കേബിൾ നമ്മൾ കൊടുക്കേണ്ടതാണ്. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ട്രിപ്പിംഗ് സർക്യൂട്ടിൽ എന്തെങ്കിലും ഒരു കളറോ സ്മെല്ലോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ട്രിപ്പിംഗ് സർക്യൂട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതാണ്. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഫിറ്റിംഗ്സ് വളരെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫയൽ ഉപയോഗിച്ച് അത് നമ്മൾ ഫയൽ ചെയ്ത് സെറ്റ് ചെയ്യേണ്ടതാണ്. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ലൂസ് ടെർമിനേഷൻ എല്ലാം നമ്മൾ ടൈറ്റ് ചെയ്യുക. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇന്റേണൽ വയറിംഗ് കേബിൾ എവിടെയെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതാണ്. കൂടാതെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഡിഫറൻസ് ട്രിപ്പിംഗ് കോയിലിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പ്രീവിയസ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ ചേഞ്ച് ചെയ്യേണ്ടതാണ്. കണക്ട് റിലേ ആൻഡ് സർക്യൂട്ട് ബ്രേക്കർ ഫോർ ടെസ്റ്റ് ട്രിപ്പിംഗ്. റിലേ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് ഉണ്ടാക്കുക. സർക്യൂട്ട് ബ്രേക്കറും കറണ്ട് ഇഞ്ചക്ഷൻ യൂണിറ്റും സെറ്റ് ചെയ്യുക. ഇൻസ്ട്രക്ഷൻ മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക. ടാപ്പ് സെറ്റിംഗ് കറണ്ട് നമ്മൾ 1A അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കറണ്ട് ഇഞ്ചക്ഷൻ യൂണിറ്റ്, അതായത് ഹൈ കറണ്ട് യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് സബ്സ്റ്റേഷനിൽ ലാർജ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനിൽ ഹൈ വോൾട്ടേജ് ആണ് ഉണ്ടാവുന്നത്. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ പ്രൈമറി സൈഡിലേക്ക് നമ്മളൊരു ലാർജ് കറണ്ടാണ് ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സർക്യൂട്ട് ബ്രേക്കറിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓവർ കറണ്ട് ട്രിപ്പ് റിലേസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ സ്യൂട്ടബിൾ ആയിരിക്കും. ഓവർ കറണ്ട് റിലേ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ ഡിവൈസസ് ആണ്. ഇത് ഓപ്പൺ ചെയ്യാനും അല്ലെങ്കിൽ സർക്യൂട്ടിനെ ട്രിപ്പ് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ്. ഒരു സെറ്റ് ലെവലിലൂടെ മാത്രമായിരിക്കും ഇതിലൂടെയുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. എയർ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ ACB. ACB എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സ്വിച്ചിംഗ് ഡിവൈസ് ആണ്. അത് ഓവർ കറണ്ടിൽ നിന്നും അണ്ടർ വോൾട്ടേജിൽ നിന്നും ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുവാനാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് കറണ്ട് ഇഞ്ചക്ഷൻ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുക ഫോർ ട്രിപ്പിംഗ് കറണ്ട്. അതായത് പിക്കപ്പ് കറണ്ടിൻ്റെ വാല്യൂ നമ്മൾ ഒബ്സർവ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അത് ടാപ്പ് സെറ്റിംഗ് കറണ്ടിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യാനാണ്. ഡയലിൻ്റെ മൾട്ടിപ്ലയർ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോൾട്ട് കറണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. കറസ്പോണ്ടിങ് ടൈം നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് റെക്കോർഡ് ചെയ്യുക. ഫോൾട്ട് കറണ്ടിൻ്റെ സെറ്റ് വാല്യൂ എപ്പോഴും 2 ആംപിയറിലായിരിക്കണം ഉണ്ടാവേണ്ടത്. കൂടാതെ റിലേ എപ്പോഴും ഡയലിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പോലെ കൃത്യസമയങ്ങളിൽ ട്രിപ്പ് ചെയ്യേണ്ടതുമാണ്. ഇനി കറണ്ട് ഇഞ്ചക്ഷൻ നമ്മൾ ഓൺ ചെയ്യുക. അതിനുശേഷം ടൈമറിലെ ട്രിപ്പിംഗ് നമ്മൾ ഒബ്സർവ് ചെയ്യുക, അതായത് കറണ്ട് ഇഞ്ചക്ഷൻ യൂണിറ്റിൽ. അതിനുശേഷം TMS ഡിസ്ക് 1.0 ടൈം സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം അലുമിനിയം ഡിസ്ക് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് റിട്ടേൺ റൊട്ടേഷൻ നടത്തുന്നുണ്ടെന്ന് നമ്മൾ എൻഷുർ ചെയ്യുക. കറണ്ട് ഇഞ്ചക്ഷൻ യൂണിറ്റ് നമ്മൾ ഓൺ ചെയ്ത് ട്രിപ്പിംഗ് ടൈം റെക്കോർഡ് ചെയ്യുക. ടേബിളിലെ റീഡിങ്സ് റെക്കോർഡ് ചെയ്ത് വെക്കുക. സെറ്റ് ദ ട്രിപ്പിംഗ് കറണ്ട് ഫോർ ഡെഫിനിറ്റ് ടൈം ലാഗ് അല്ലെങ്കിൽ ഓവർ കറണ്ട്. ടാപ്പ് സെറ്റിംഗ് 2 ആംപിയറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം പിക്കപ്പ് കറണ്ടിൻ്റെ വാല്യൂ നമ്മൾ ഒബ്സർവ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുക. അത് ടാപ്പ് സെറ്റിംഗ് കറണ്ടിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യാനാണ്. ഡയലിൻ്റെ മൾട്ടിപ്ലയർ നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ ഫോൾട്ട് കറണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. കറസ്പോണ്ടിങ് ടൈം നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഫോൾട്ട് കറണ്ടിൻ്റെ സെറ്റ് വാല്യൂ എപ്പോഴും 2 ആംപിയറിൽ ഉണ്ടാവണം. കൂടാതെ റിലേ ഡയലിൽ ഇൻഡിക്കേഷൻ അനുസരിച്ച് സമയാസമയത്ത് ട്രിപ്പ് ചെയ്യേണ്ടതുമാണ്. അതിനുശേഷം കറണ്ട് ഇഞ്ചക്ഷൻ നമ്മൾ ഓൺ ചെയ്ത്
ടൈമറിലെ ട്രിപ്പിംഗ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. കാരണം ഇത് കറണ്ട് ഇഞ്ചക്ഷൻ യൂണിറ്റിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. അതിനുശേഷം TMS ഡിസ്ക് അഡ്ജസ്റ്റ് ചെയ്ത് 0.5 ടൈം റെഡ്യൂസ് ചെയ്യുക. അതിനുശേഷം അലുമിനിയം ഡിസ്ക് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് റിട്ടേൺ റൊട്ടേഷൻ നടത്തുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. കറണ്ട് ഇഞ്ചക്ഷൻ യൂണിറ്റ് നമ്മൾ ഓൺ ചെയ്ത് ട്രിപ്പിംഗ് ടൈം റെക്കോർഡ് ചെയ്യുക. ടേബിളിലെ റീഡിങ്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. എക്സ്ട്രീം ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, അതിൻ്റെ കറണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു സർക്യൂട്ട് ഉണ്ടാക്കുക യൂസിങ് റിലേ, കൂടാതെ സർക്യൂട്ട് ബ്രേക്കർ, കൂടാതെ കറണ്ട് ഇഞ്ചക്ഷൻ യൂണിറ്റും. ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കി അതിൻ്റെ കണക്ഷൻ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം 1 ആംപിയറിലേക്ക് അതിൻ്റെ ടാപ്പ് സെറ്റിംഗ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. TMS ഡിസ്കിൻ്റെ പൊസിഷൻ 0.2 അതിലേക്ക് സെറ്റ് ചെയ്യുക. ഈ ഡയലിൽ കാണുന്നത് പോലെ. ടാപ്പ് സെറ്റിംഗ് പ്ലഗ് നമ്മൾ മാക്സിമം കറണ്ട് ഇൻപുട്ടിന് വേണ്ടി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. കൂടാതെ മാക്സിമം മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ ഡയലിൽ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഫോൾട്ട് കറണ്ടും ട്രിപ്പിംഗ് ടൈം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പിക്കപ്പ് കറണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു, അത് ടാപ്പ് സെറ്റ് വാല്യൂവിനാണ്. കൂടാതെ ഫോൾട്ട് കറണ്ട് നമ്മൾ കറണ്ട് ഇഞ്ചക്ടർ യൂണിറ്റിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്ത് ആക്ച്വൽ ട്രിപ്പിംഗ് ടൈം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഈ സ്റ്റെപ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ഫോൾട്ട് കറണ്ടിൻ്റെ ഹയർ വാല്യൂസ് കാണുന്നത് വരെ. റീക്യാപ്പ്. ഈ സെക്ഷനിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് ടെസ്റ്റ് ട്രിപ്പിങ്ങിനായി റിലേ സർക്യൂട്ട് ബ്രേക്കറും എങ്ങനെ കണക്ട് ചെയ്യാമെന്നും, ട്രിപ്പിംഗ് കറണ്ടിനു വേണ്ടി കറണ്ട് ഇഞ്ചക്ഷൻ യൂണിറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും, ഓവർ കറണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നിശ്ചിത ഇടവേളയിലേക്ക് അഥവാ ടൈം ലാഗിന് അനുസൃതമായി ട്രിപ്പിംഗ് കറണ്ട് സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയും, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രീം ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിന് അനുസൃതമായി കറണ്ട് സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയുമാണ്. ഇന്നത്തെ സെക്ഷനിലെ എല്ലാ കൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു സെക്ഷനിൽ പുതിയ കൺസെപ്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.